നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഗ്രാഫ് തിയറിയും വേറെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളും പഠിച്ചു. ഇന്ന് വേറെ സെക്ഷൻ പഠിക്കാം. ബേസിക് കാര്യങ്ങൾ തന്നെ. ഹെഡിങ് കൊടുക്കണം: സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ സെറ്റിനകത്ത് റിലേഷനും ഫങ്ഷനും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച അതേ കാര്യം തന്നെ, വേറെ പ്രോബ്ലം വരുമെന്ന് മാത്രമേ ഉള്ളൂ. സെറ്റ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. സെറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിർവചിക്കപ്പെടാൻ പറ്റുന്ന ഒബ്ജക്ട്സിന്റെ കളക്ഷൻ. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് എന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. രണ്ട് രീതിയിലായിരുന്നു സെറ്റിന്റെ റെപ്രസെന്റേഷൻ. ഒരെണ്ണം റോസ്റ്റർ ഫോം, ഒന്ന് റോസ്റ്റർ ഫോം. അതിന്റെ വേറൊരു പേരാണ് ടാബുലാർ ഫോം. റോസ്റ്റർ ഫോം ഓർ ടാബുലാർ ഫോം. വേറൊരെണ്ണമാണ് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം ഓർ ടാബുലാർ ഫോം. രണ്ടാമത്തെ റെപ്രസെന്റേഷൻ ആണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ ഇതിനകത്ത് സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പലാണ്, ഈ ഒരു ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റിനകത്ത് വാല്യൂസ് കോമ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് റോസ്റ്റർ ഫോം. സെറ്റിനകത്ത് നമ്മൾ എഴുതുമ്പോൾ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ആണ് സാധാരണ എഴുതുന്നത്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ ഒരു പ്രാവശ്യം മാത്രമേ എഴുതാറുള്ളൂ, റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, ഒരു സെറ്റ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ എ തൊട്ട് ഇസഡ് വരെ ഏതേലും ഒരു ലെറ്ററിലായിരിക്കണം സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു സെറ്റ് എ ഇസ് ഈക്വൽ ടു, ഇത് വായിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ടു ഡിജിറ്റ് number. X is a two-digit number such that X is a two-digit number such that the sum of its digits is 8. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് സെന്റൻസ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഇതിന്റെ പേര് സെറ്റ് ബിൽഡറും, ഇതിനെ ക്വസ്റ്റ്യൻ പറയുന്നത് റോസ്റ്റർ ഫോമിലോട്ട് എഴുതാനാണ് ക്വസ്റ്റ്യൻ. സെന്റൻസ് ആയിട്ടാണ് പറഞ്ഞത്, അതിൽ കിട്ടുന്ന വാല്യൂസ് അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ അങ്ങ് എഴുതിയാൽ മതി. ഇതിൽ പറയുന്ന ഓരോ വാല്യൂവിന്റെ പേരാണ് എക്സ്. ടു ഡിജിറ്റ് നമ്പർ, രണ്ടക്ക നമ്പർ ആയിരിക്കണം. അപ്പൊ ടു ഡിജിറ്റ് തുടങ്ങുന്ന എപ്പോഴും 10 തൊട്ട് 99 വരെയാണ് ടു ഡിജിറ്റ് നമ്പേഴ്സ് വരിക. ആ രണ്ട് ഡിജിറ്റ് കൂടെ ആഡ് ചെയ്യുമ്പം 8 കിട്ടണം. ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പം 8 കിട്ടണം. അങ്ങനെ ഏതൊക്കെ നമ്പേഴ്സ് വരാം? രണ്ട് നമ്പർ കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 വരണം. രണ്ട് ഡിജിറ്റ് ആയിരിക്കണം. പറഞ്ഞേ, കൂട്ടുമ്പോ 8. ഇതിപ്പോ 1 0 കൂട്ടുമ്പോ 1. അതുപോലെ രണ്ടുകൂടെ കൂട്ടുമ്പോ 8 വരണം. ഏതൊക്കെ വരാം? 17. correct. തിരിച്ച് 71. 26. 26. 62. 53. 53. correct. പിന്നെ 34. 80. ശരിയാ, തിരിച്ചിടാൻ പറ്റത്തില്ല, 1 ഡിജിറ്റ് ആവും. 44. ഇത്രയേ ഉള്ളല്ലേ. ചെറുത് തൊട്ട് വലുത് വരെ അങ്ങോട്ട് എഴുതണം. അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ എഴുതാം. 17, 26, പിന്നെ 35, 44, പിന്നെ 53, 62,
71 80. ഇപ്പൊ എ കംപ്ലീറ്റ് ആയി. ഇതാണ് കോമ ഇട്ട് എഴുതുമ്പോ അത് റോസ്റ്റർ ഫോം ആണ്. അത് സെന്റൻസ് ആയിട്ട് തരുമ്പോ സെറ്റ് ബിൽഡർ ഫോം ആയി. ഇതിനകത്ത് ഇപ്പൊ ഒരു വേർഡ് തന്നിട്ട് ബെറ്റർ ബെറ്റർ എന്ന് പറയുന്ന ഒരു വേർഡ് തന്നിട്ട് ബെറ്റർ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് ബെറ്റർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ ഒരു പ്രാവശ്യം എഴുതി കോമായിട്ട് എഴുതിയാൽ മതി. ബി ഇ ടി ആർ. ഈ അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നു, ടി റിപ്പീറ്റ് ചെയ്ത് വന്നു. ഈ വേർഡ് സ്മോൾ ലെറ്ററിലാണെങ്കിൽ സ്മോൾ ലെറ്ററിൽ തന്നെ കൊടുക്കണം, ക്യാപിറ്റൽ ആണ് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം. അപ്പം ഇങ്ങനെയുള്ള റെപ്രസെന്റേഷൻ രണ്ട് രീതിയിൽ വരുന്നതിനകത്ത് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈക്വൽ സെറ്റ് ഏതാണ്, ഇക്വലിന്റെ സെറ്റ് ഡിഫൈൻ ചെയ്യാനും അതിന്റെ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചു. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഒരു എന്താണ് റോസ്റ്റർ ഫോമിൽ എഴുതിയ ഒരു ഗ്രൂപ്പ് വേറൊരെണ്ണം എഴുതാം. ഇതൊരു റോസ്റ്റർ ഫോമിലെ ഗ്രൂപ്പാണ്. വേറൊരെണ്ണം 3 സെറ്റ് ഇവിടെ എഴുതി. ഇപ്പൊ എ ബി സി 3 സെറ്റ് ഇവിടെ എഴുതിയതിൻ്റെ അകത്ത് എയിലെ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം 4, ബിയിലെ സെറ്റിന്റെ എലമെന്റ്സിന്റെ എണ്ണം 4 ആണ്. അതായത് നമ്പർ ഓഫ് എ ഡിനോട്ട് ചെയ്യുന്ന വേറെ സിമ്പിൾ ആണ്. ഇത് ഇങ്ങനെ കൊടുക്കാം ഈ വരയ്ക്കകത്ത്. ഇതിന്റെ പേരാണ് കാർഡിനാലിറ്റി. എണ്ണം എന്നാണ് അർത്ഥം. അപ്പൊ നമ്പർ ഓഫ് എ 4, നമ്പർ ഓഫ് ബി 4, നമ്പർ ഓഫ് സിയും 4 തന്നെ വന്നു. നമ്പർ ഓഫ് എ 4, നമ്പർ ഓഫ് ബി 4, നമ്പർ ഓഫ് സിയും 4. അപ്പൊ അങ്ങനെ നോക്കിയപ്പം എയിലെ എലമെന്റ്സിന്റെ എണ്ണം ബിയിലെ എലമെന്റ്സിന്റെ എണ്ണവും സെയിം ആണ്, എലമെന്റ്സും സെയിം ആണ്. ഇതിന്റെ പേരാണ് മെമ്പേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സും സെയിം ആണ്. എയും ബിയും സെയിം ആണ്, മെമ്പേഴ്സും സെയിം ആണ്. അപ്പൊ മെമ്പേഴ്സും നമ്പേഴ്സും സെയിം ആണെങ്കിൽ, മെമ്പേഴ്സും സെയിം ആണ് നമ്പേഴ്സും സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള സെറ്റിന്റെ പേരാണ് ഈക്വൽ സെറ്റ്. അത് ഡിനോട്ട് ചെയ്യുന്നതാണ് എ ഈസ് ഈക്വൽ ടു ബി. എയിലെയും ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ സെറ്റ്. ഇവിടെ നോക്കിയപ്പം ബിയും സിയും എണ്ണം സെയിം ആണ്, നമ്പർ സെയിം അല്ല. എണ്ണം സെയിമാ, മെമ്പേഴ്സ് സെയിം അല്ല. അങ്ങനെ പറയുന്ന സെറ്റിന്റെ പേരാണ് ഇക്വലന്റ് സെറ്റ് എന്ന് പറയുമ്പം ഇപ്പൊ എയും സിയും ഇക്വലന്റ് ആണ്. ഇതാണ് അതിന്റെ സിമ്പൽ. അല്ല ബിയും സിയും ഇക്വലന്റ് ആണ്. ഇങ്ങനെ വരുമ്പോ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ചോദിച്ചത്, ഈ തന്നിരിക്കുന്ന സെറ്റിന്റെ അകത്ത് ഈക്വൽ സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു സെറ്റ് തന്നിരിക്കുന്ന എ ഇസ് ഈക്വൽ ടു സെറ്റ് 2 3. വേറെ സെറ്റ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x plus 6 is equal to 0. X is a solution of x square plus 5x plus 6 is equal to 0. അപ്പൊ എയ്ക്കകത്ത് 2 എലമെന്റ്സ് ഇവിടെ തന്നു. ബിക്കകത്ത് വരുന്നത് ഈ തന്നിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി, വേറൊരു പേര് നിങ്ങൾ പഠിച്ചു, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക്കിന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നതാണ് ബി. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചറിയാം. ആ 2 വാല്യൂ ആഡ് ചെയ്യുമ്പോൾ 5ഉം പ്രോഡക്റ്റ് 6ഉം വരുന്നത്. അതൊന്ന് പല മെത്തേഡിൽ നിങ്ങൾ പഠിച്ചു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് പഠിച്ചു, സമ്മും പ്രോഡക്റ്റും വെച്ച് പഠിച്ചു. ഇതൊന്നും ചെയ്യേണ്ട, കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി, വാല്യൂസ് കിട്ടും. കാൽക്കുലേറ്ററിൽ നിന്ന് വാല്യൂസ് കിട്ടുമ്പോൾ എക്സിന്റെ 2 വാല്യൂ -2ഉം -3. കാൽക്കുലേറ്റർ അലൗഡ് ആണ്, അത് കൊണ്ടുപോയാൽ മതി, വാല്യൂ കിട്ടി. ഈ 2 വാല്യൂ ആണ് ഇവിടെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. എക്സിന്റെ വാല്യൂ -2 കൊടുക്കുമ്പോൾ 0 വരും, -3 കൊടുക്കുമ്പോൾ 0 വരും. ഇതാണ് അവിടുത്തെ സൊല്യൂഷൻ. അപ്പൊ ബിക്കകത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ -2ഉം -3ഉം. ഇതാണ് ബി.
-2 -3. അപ്പൊ നോക്കിയപ്പം എയും ബിയും എണ്ണം സെയിം ആണ്, മെമ്പേഴ്സ് സെയിം അല്ല. അപ്പൊ അത് ഈക്വൽ ആണോന്നാ ചോദിച്ചത്. അപ്പൊ ഈക്വൽ അല്ല. ഇക്വലന്റ് ആണ്, പക്ഷെ ഈക്വൽ അല്ല. അപ്പൊ എ നോട്ട് ഈസ് ഈക്വൽ ടു ബി അങ്ങനെ എഴുതണം. എയും ബി ഈക്വൽ അല്ല, എ നോട്ട് ഈസ് ഈക്വൽ ടു ബി. വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ബുക്കെ നോക്കിക്കോണം അതെല്ലാം. പിന്നെ ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത് വരുന്നത് ഒരു സെറ്റ് തന്നിട്ട് സബ്സെറ്റ് എഴുതാൻ പറയും. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ആണുള്ളതെങ്കിൽ, ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ആണെങ്കിൽ സബ്സെറ്റിന്റെ എണ്ണം 2n എലമെന്റ്സ് ആയിരിക്കും. ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ആണെങ്കിൽ സബ്സെറ്റിന്റെ എണ്ണം 2n എലമെന്റ്സ് ആണ്. ഒന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പം ഒരു സബ്സെറ്റ് എഴുതാൻ പറയുമ്പം ഒരു സെറ്റിനകത്ത് 1 2 3 ഒരു സെറ്റാണ്. അതിന്റെ സബ്സെറ്റ് വരുമ്പോഴത്തേക്കും 2⁻3 എലമെന്റ്സ് 8 എലമെന്റ്സ് ആണ് വരുന്നത്. അപ്പൊ 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റില് സബ്സെറ്റ്സ് എന്ന് പറയുമ്പോൾ സെറ്റ് 1 ഒരു സബ്സെറ്റ് ആണ്, സെറ്റ് 2 ഒരു സബ്സെറ്റ് ആണ്, സെറ്റ് 3 ഒരു സബ്സെറ്റ് ആണ്. പിന്നെ സെറ്റ് 1 2 എഴുതിയെങ്കിൽ പിന്നെ ആ സെറ്റ് തിരിച്ച് 2 1 എഴുതാൻ പാടില്ല. സെറ്റ് എന്ന് പറയുമ്പം കളക്ഷൻ ആണ്, ഒബ്ജക്ട്സിന്റെ കളക്ഷൻ. അപ്പം രണ്ടുപേർ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും പറഞ്ഞാൽ സെയിം മെമ്പേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് 1 2 എഴുതിയവർ പിന്നെ 2 1 എഴുതാൻ പാടില്ല. അടുത്തത് 1 3, പിന്നെ 2 3 എങ്ങനെ വേണേലും എടുക്കാം. ഒരെണ്ണം വീതം എടുത്തു, 2 എടുത്തു, പിന്നെ 3 എണ്ണം എടുത്തു, 1 2 3. പിന്നെ ഒന്നുമില്ലാത്ത ഒരു സെറ്റ് ഉണ്ട്, അതിന്റെ പേരാണ് എംപ്റ്റി സെറ്റ്. ഇതാണ് എംപ്റ്റി സെറ്റ്. ഇങ്ങനെ കൊടുക്കാം, അല്ലെ 0 ഇട്ടിട്ട് നടുക്കൂടെ വര കൊടുക്കാം. അതിനൊരു പ്രത്യേകം പേരുണ്ട്, ഫൈ. അപ്പൊ ഇവിടെ നൾ സെറ്റ് എന്ന് പറയാം, എംപ്റ്റി എന്ന് പറയാം, അല്ലെ വോയിഡ് സെറ്റ് എന്ന് പറയാം. ഇതാണ് നൾ സെറ്റ്. ഇതിനകത്ത് ഈ നൾ സെറ്റ് കൊടുക്കാൻ പാടില്ല. ഇത് എംപ്റ്റി സെറ്റ് ആണ്, കണ്ടോ. അപ്പൊ 8 എണ്ണം 1 2 3 4 5 6 7 8 ഇതാണ് സബ്സെറ്റിന്റെ കളക്ഷൻ. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും വേണം. അതോടൊപ്പം തന്നെ പവർ സെറ്റ് ചോദിച്ചാൽ, സബ്സെറ്റ് ചോദിച്ചാൽ ഇത്രയും വേണം. പവർ സെറ്റ് ചോദിച്ചാൽ ഇതെല്ലാം കൂടി ഒരു വലിയ സെറ്റിൽ കൊടുക്കണം, കണ്ടോ. ഈ എഴുതിയിരിക്കുന്ന എല്ലാം കൂടി വലിയ സെറ്റിൽ, ഇതാണ് പവർ സെറ്റ്. സബ്സെറ്റിന്റെ എല്ലാം കൂടി കളക്ഷൻ ആണ് പവർ സെറ്റ്. സെറ്റ് എ ബി സബ്സെറ്റ്സ് എഴുതിക്കേ, അല്ല പവർ സെറ്റ് എഴുതിക്കേ. സെറ്റ് എ ബി പവർ സെറ്റ് എഴുതിക്കേ. ഓക്കെ. അപ്പൊ സെറ്റ് എ ബി സബ്സെറ്റ്സ് പറഞ്ഞ് പവർ സെറ്റ് ആയിട്ട് എഴുതുമ്പം പവർ സെറ്റ് പറഞ്ഞ് സെറ്റ് എ, സെറ്റിനകത്ത് പറ, സെറ്റ് എ കോമ സെറ്റ് ബി കോമ
സെറ്റ് എ ബി നൾ സെറ്റും. നൾ സെറ്റ്. ഓക്കെ, 4 ഇതൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. തിരിച്ചും മറിച്ചും വരും. എ ബിക്ക് വരെ 1, 2 ആയിരിക്കും, 1, 2, 3ക്ക് വരെ ABC ആയിരിക്കും. അങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻ വരും. പിന്നെ സെറ്റിനകത്ത് ഓപ്പറേഷൻസ് പഠിക്കുന്നത് യൂണിയന്, ഇന്റർസെക്ഷന്, ഡിഫറൻസ്, കോംപ്ലിമെന്റ്, ഇത്രയും ഓപ്പറേഷൻസ് ആണ് സെറ്റിനകത്ത് സാധാരണ പഠിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഇവിടെ എല്ലാം കൂടി ചേരുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ U ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6 യൂണിവേഴ്സൽ സെറ്റ്. അതിൽ നിന്ന് എടുക്കുന്ന സബ്സെറ്റ് A ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. എല്ലാം കൂടി ചേരുന്ന സെറ്റിന്റെ പാർട്ട് ആയിരിക്കണം സബ്സെറ്റ്. B ഈസ് ഈക്വൽ ടു സെറ്റ് 3, 4, 5. C ഈസ് ഈക്വൽ ടു സെറ്റ് 6. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് യൂണിയൻ A യൂണിയൻ B. യൂണിയൻ എന്ന് പറയുമ്പോ യുവിൻ പോലെ കുനിപ്പിൽ ഇവിടെ ഇല്ല. എയും ബിയും കൂടി മൊത്തത്തിൽ എഴുതുമ്പം റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എയും വേണം ബിയും വേണം, മൊത്തമായിട്ട് എഴുതണം. എയും ബിയും ഫുള്ള്. അപ്പൊ എയും ബിയും ഫുൾ എഴുതണം. 1, 2, 3, 4, 5. ഇതാണ് എ യൂണിയൻ ബി. ബി യൂണിയൻ സി എന്ന് പറയുമ്പോ ബിയും സിയുടെ ഫുള്ള് 3, 4, 5, 6. ഇതാണ് ബി യൂണിയൻ സി 3, 4, 5, 6. അപ്പൊ ഇങ്ങനെ വരുമ്പം ഇന്റർസെക്ഷൻ റാ പോലെ എഴുതുന്നതാണ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷന്റെ അകത്ത് രണ്ടിലും കോമൺ വരുന്നത് മാത്രം എഴുതണം, റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എയും ബിയും കോമൺ വരുന്നത് സെറ്റ് 3 എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ സി, എയും സിയും കോമൺ ആയിട്ട് വരുന്നത്. എയും സിയും കോമൺ. രണ്ടിലും കോമൺ ഒന്നും ഇല്ലാത്ത കൊണ്ട് നൾ സെറ്റ്. 0 എഴുതാൻ പാടില്ല, സെറ്റായിട്ട് കൊടുക്കാവുള്ളൂ. നൾ സെറ്റ് അല്ലെ എം ടി സെറ്റ്. അതാണ് എ ഇന്റർസെക്ഷൻ സി. ഇത് യൂണിയൻ, ഇത് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ യൂണിയൻ ഇന്റർസെക്ഷൻ. അടുത്ത ഡിഫറൻസ് എ മൈനസ് ബി. എ മൈനസ് ബി, ഇതാണ് ഡിഫറൻസ്. ഡിഫറൻസ് എഴുതുമ്പം രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് കളഞ്ഞിട്ട് ഫസ്റ്റ് സെറ്റ് ഫുൾ എഴുതണം. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് കളഞ്ഞിട്ട് ബാക്കി ഫസ്റ്റ് സെറ്റിലുള്ളത് ഫുള്ള്. അതാണ് എ മൈനസ് ബി. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് 3 ആണ്. 3 ഒഴിവാക്കി ബാക്കി ഫസ്റ്റിലുള്ളത് സെറ്റ് 1, 2. ബി മൈനസ് സി. ബിയും സിയുടെ നോക്കുമ്പം രണ്ടിലും കോമൺ ആയിട്ട് ഒന്നുമില്ല. കോമൺ ആയിട്ട് ഒന്നുമില്ല എങ്കിൽ, ബിയിലും സിയിലും കോമൺ ആയിട്ട് ഒന്നുമില്ല എങ്കിൽ ഫസ്റ്റ് സെറ്റ് ഫുൾ എഴുതണം. 3, 4, 5. കോമൺ ആയിട്ട് ഒന്നുമില്ല എങ്കിൽ ഫസ്റ്റ് സെറ്റ് ഫുൾ എഴുതണം. ബി മൈനസ് എ പറഞ്ഞ്. ബി മൈനസ് എ, ബി മൈനസ് എ, ബി മൈനസ് എ. ബിയിലും എയിലും കോമൺ ആയിട്ട് വരുന്ന 3 കളഞ്ഞിട്ട് ബിയിലുള്ളത് 4, 5. കറക്റ്റ് ആണ്. അങ്ങനെ വരുമ്പം 2 സെറ്റ് തന്നിട്ട് ഡിസ്ജോയിന്റ് സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്ജോയിന്റ് സെറ്റ്. ഇതിന്റെ എല്ലാം പ്രോബ്ലം ബുക്കിൽ നിന്ന് പഠിക്കണം. ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒന്നും വന്നില്ല എങ്കിൽ ആ സെറ്റാണ് ഡിസ്ജോയിന്റ്. എയിലും ബിയിലും കോമൺ ആയിട്ട് ഒന്നുമില്ല എങ്കിൽ അതാണ് ഡിസ്ജോയിന്റ് സെറ്റ്. ഇവിടെ എയും സിയും ഡിസ്ജോയിന്റ് ആണ്. കാരണം എയിലും സിയിലും കോമൺ ആയിട്ട് ഒന്നുമില്ല. അതാണ് ഡിസ്ജോയിന്റ് സെറ്റ്. ഡിസ്ജോയിന്റ് സെറ്റ്. പിന്നെ ഇപ്പൊ ഈ എക്സാമ്പിളിന്റെ അകത്ത്, ഇത് ഈ ഒരു എക്സാമ്പിളിന്റെ അകത്ത് യു തന്നിട്ടുണ്ട്, എയും ബിയും സിയും തന്നിട്ടുണ്ട്. ഇതിനകത്ത് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ, കോംപ്ലിമെന്റ് സെറ്റ് കാണാൻ പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇങ്ങനെ കൊടുക്കാം. ഇതെല്ലാം എ കോംപ്ലിമെന്റ് ആണ്. ഇതെല്ലാം എ കോംപ്ലിമെന്റ് ആണ്.
എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ എന്നാണ്. യു മൈനസ് എ. ഒരു കൺഫ്യൂഷനും വേണ്ട. എയിലില്ലാതെ യുവിലുള്ളത്. എയിലില്ലാതെ യുവിലുള്ളത്. എ മൈനസ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ. എയിലില്ലാതെ യുവിലുള്ളത്. എയിലില്ലാതെ യുവിലുള്ളത് 1 2 3 ഇല്ലാതെ യുവിലുള്ളതാണ് 4 5 6. 4 5 6. പിന്നെ ഇതൊന്നും നോക്കണ്ട. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റിൽ ഇല്ലാതെ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളത്, യുവിലുള്ളത്. സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ സിയിലില്ലാതെ ബാക്കി യുവിലുള്ളത്. 6 ഒഴിച്ച് ബാക്കി വരുന്ന 1 2 3 4 5. 1 2 3 4 5. ഇതാണ് സി കോംപ്ലിമെന്റ്. 1 2 3 4 5. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണത്. കോംപ്ലിമെന്റ്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. വന്ന ക്വസ്റ്റ്യൻ എഴുത്. വെരിഫൈ ഡി മോർഗൻസ് ലോ. മറ്റേത് നമ്മൾ പഠിച്ചത് പ്രൊപ്പോസിഷന്റെ അകത്ത ഡി മോർഗൻസ് ലോ ആണ്. അത് നെഗേഷൻ ആണ്. ഇതിന് പകരം ഇവിടെ കോംപ്ലിമെന്റ് ആണ്. വെരിഫൈ ഡി മോർഗൻസ് ലോ. വെരിഫൈ ഡി മോർഗൻസ് ലോ. വെരിഫൈ ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ സെറ്റിനകത്തെ ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ദോൾ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി ദോൾ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് അകത്തോട്ട് കൊടുക്കുമ്പം യൂണിയൻ ഇന്റർസെക്ഷനും ഇന്റർസെക്ഷൻ യൂണിയനുമായി മാറും. അപ്പൊ ഇവിടെ എ കോംപ്ലിമെന്റ്, യൂണിയന് പകരം ഇന്റർസെക്ഷൻ, ബി കോംപ്ലിമെന്റ്. ഇതും അതുപോലെ എ കോംപ്ലിമെന്റ്, യൂണിയൻ, ബി കോംപ്ലിമെന്റ്. വെരിഫൈ ഡി മോർഗൻസ് ലോ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. വെരിഫൈ ഡി മോർഗൻസ് ലോ. അപ്പൊ രണ്ട് ക്വസ്റ്റ്യന്റെ ലെഫ്റ്റും ചെയ്യണം, റൈറ്റും ചെയ്യണം. ഡി മോർഗൻസ് ലോ കാണാൻ ക്വസ്റ്റ്യൻ ഇതാണ്. യു ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9. ഇത്രയും യൂണിവേഴ്സൽ സെറ്റ് തന്നു. എ ഇസ് ഈക്വൽ ടു സെറ്റ് 2 4 6 8. A is equal to set 2 4 6 8. B is equal to set 2 3 5 7. 2 3 5 7. A is equal to set 2 4 6 8. B is equal to set 2 3 5 7. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ട് സൈഡും ലെഫ്റ്റും ചെയ്യണം, റൈറ്റും ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ലെഫ്റ്റ് ചെയ്യാൻ ആദ്യം എ യൂണിയൻ ബി കാണണം. എയും ബിയുടെ ഫുള്ള്. എയും വേണം, ബിയും വേണം. എയും ബിയുടെ ഫുള്ള് ചെയ്യണം. എ യൂണിയൻ ബി പറഞ്ഞേ. ചെറുത് തൊട്ട് വലുത് വരെ പറയണേ. എ യൂണിയൻ ബി. അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ പറയണം. എ യൂണിയൻ ബി. ടു 2 3 4 5 6 7 8. ശരിയാ. ഓക്കെ. സിമ്പിൾ സെക്ഷൻ ആണ്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. സിജു ആണോ? അതെ അതെ. അപ്പൊ എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. സോറി, കിട്ടി. ഇനി അപ്പൊ LHS ചെയ്യാൻ എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇത് എഴുതണമെന്നൊന്നുമില്ല. യു മൈനസ് എ യൂണിയൻ ബി. ഇത്രയേ ഉള്ളൂ. എ യൂണിയൻ ബിയിൽ ഇല്ലാതെ യുവിലുള്ളത്. എ യൂണിയൻ ബിയിൽ ഇല്ലാതെ യുവിലുള്ളതാണ് എന്റെ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബിയിൽ ഇല്ലാതെ യുവിലുള്ളത്. ഇതിലില്ലാതെ യുവിലുള്ളത് പറ. Set 9. സെറ്റിനകത്ത് 1 9. 19. കറക്റ്റ്. 19. അപ്പൊ LHS ആയി. LHS
ഫസ്റ്റ് പാർട്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡായി. അടുത്ത റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യാൻ എ കോംപ്ലിമെന്റും കാണണം, ബി കോംപ്ലിമെന്റും കണ്ടിട്ട് കോമൺ എടുക്കണം. എ കോംപ്ലിമെന്റ് ഡിഫൈൻ ചെയ്യാൻ അറിയാം, യു മൈനസ് എ. ഒന്ന് നോക്കണ്ട, എയിൽ ഇല്ലാതെ യുവിലുള്ളത്, എയിൽ ഇല്ലാതെ യുവിലുള്ളത് പറ. എയിൽ ഇല്ലാതെ യുവിലുള്ളത് 3. 1 ഇല്ലേ? Yes, 1, 3. 1, 3. 5. 7. 9. കറക്റ്റ്. ബി കോംപ്ലിമെന്റ് ബിയിൽ ഇല്ലാതെ യുവിലുള്ളത്, ബിയിൽ ഇല്ലാതെ യുവിലുള്ളത് 1. 4. 6. 8. 9. കറക്റ്റ്. അപ്പൊ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ആയി റൈറ്റ് സൈഡ് കാണുന്ന ആർ എച്ച് എസ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്, ഇതിൽ രണ്ടിലും കോമൺ, എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും കോമൺ. സെറ്റ് 1 9. ശരിയാണ്, 1 9. അപ്പൊ നോക്കിയപ്പം എൽ എച്ച് എസിന്റെ അതേ വാല്യൂ തന്നെ ആർ എച്ച് എസും കിട്ടി. അപ്പൊ നമുക്ക് പറയാം എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്നും പറഞ്ഞ് ഫസ്റ്റ് പാർട്ട് അങ്ങോട്ട് എടുത്തെഴുതണം. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഈ ലോയ്ക്കകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട. ഓരോന്നും അകത്തോട്ട് കൊടുക്കുമ്പോ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് എന്നാണ്, യൂണിയൻ മാറി ഇന്റർസെക്ഷനും ഇന്റർസെക്ഷൻ മാറി യൂണിയനും ആകും. അതാണ്. ഇനി രണ്ടാമത്തെ പാർട്ടും അതുപോലെ പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ പാർട്ട് ചെയ്യാൻ ആദ്യം എ ഇന്റർസെക്ഷൻ ബി കാണണം. എ ഇന്റർസെക്ഷൻ ബി, എയും ബിയും കോമൺ ആയിട്ട്, എയിലും ബിയിലും കോമൺ ആയിട്ട് എ ഇന്റർസെക്ഷൻ ബി കോമൺ 2 മാത്രമേ ഉള്ളൂ. 2. അതിന്റെ ലെഫ്റ്റ് സൈഡ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാതെ യുവിലുള്ളത്, അപ്പൊ 2 ഒഴിച്ച് ബാക്കി ഫുള്ള്, 2 ഇല്ലാതെ ബാക്കി വരുന്ന ഫുള്ള് 1 3 4 5 6 7 8 9. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. ആർ എച്ച് എസ് കാണുമ്പം എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഫുള്ള് ഇത് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റ് ഫുൾ എഴുതണം, യൂണിയൻ ആണ് ഫുള്ള്. 1 3 4 5 6 7 8 9. അപ്പൊ നോക്കിയപ്പോ രണ്ട് സൈഡും ഈക്വൽ ആണ്. എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് പറഞ്ഞ് സെക്കൻഡ് പാർട്ടും എഴുതണം. ഇത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഡി മോർഗൻസ് ലോ. പിന്നെ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെ ഡിനോട്ട് ചെയ്യുന്ന ഡയഗ്രം ഉണ്ട്. അതിന്റെ പേരായിരുന്നു നിങ്ങൾ അന്ന് പഠിച്ചത്, സ്കൂളിൽ പഠിച്ചതാണ്, വെൻ ഡയഗ്രം. വെൻ ഡയഗ്രം, വെൻ ഡയഗ്രം. സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രം ആണ് വെൻ ഡയഗ്രം. വെൻ ഡയഗ്രം. വെൻ ഡയഗ്രത്തില് എല്ലാം കൂടി ചേരുന്ന സെറ്റ് ഡിനോട്ട് ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ്. അത് റെക്ടാങ്കുലർ ബോക്സിലായിരിക്കണം, ചതുരത്തിന്റെ ഷേപ്പിലായിരിക്കണം യൂണിവേഴ്സൽ സെറ്റ്, റെക്ടാങ്കുലർ ബോക്സ്. എ യൂണിയൻ ബി ആണ് കാണിക്കേണ്ടതെങ്കിൽ ഇതിൽ വരുന്ന സബ്സെറ്റുകളെല്ലാം ഓവൽ ഷേപ്പിലായിരിക്കണം, മുട്ടയുടെ ഷേപ്പ്. എയും ഉണ്ട് ബിയും ഉണ്ട്. ഇതിങ്ങനെ ഡിസ്ജോയിന്റ് ആയിട്ട് ജോയിൻ ചെയ്യാതെ വരയ്ക്കാൻ പാടില്ല, ജോയിൻ ചെയ്തേ വരയ്ക്കാവുള്ളൂ. എയും ബിയും രണ്ടുകൂടെ ജോയിന്റ് ചെയ്തേ വരയ്ക്കാവുള്ളൂ. എയും ബിയുടെ ഫുള്ള്, എ യൂണിയൻ ബി ഫുള്ള് വരയ്ക്കണം, എയും ബിയും ഫുള്ള്. അത് എന്താണോ വേണ്ട അതൊന്ന് ഷെയ്ഡ് ചെയ്യണം, എ യൂണിയൻ ബി. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി.
എയും ബിയും കോമൺ ആയിട്ട് വരുന്നത്, എയും ബിയും കോമൺ പൊതുവായിട്ട് വരുന്നത്, എയിലും ബിയിലും കോമൺ, ഇത് എ ഇന്റർസെക്ഷൻ ബി, ഇതെല്ലാം വരുന്നതാണ് എ ഇന്റർസെക്ഷൻ ബി. എ മൈനസ് ബി, എ മൈനസ് ബി നമ്മളിപ്പോ പഠിച്ചതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് കളഞ്ഞിട്ട് ഫസ്റ്റിലുള്ളത് എയിലുള്ളത്, ഇത് എയിലുള്ളത് ഇത് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന കളഞ്ഞിട്ട് എയിലുള്ളത്. യു ബി മൈനസ് എ, എയും ബിയും, എയിലും ബിയിലും കോമൺ, സോറി ബിയിലും എയിലും കോമൺ ആയിട്ട് വരുന്ന കളഞ്ഞിട്ട് ബിയിലുള്ളത് ഫസ്റ്റ് സെറ്റിലുള്ളത്, ഇത് ഫസ്റ്റ് സെറ്റിലുള്ളത്. എ കോംപ്ലിമെന്റ്, എയിലില്ലാതെ യുവിലുള്ളത്, ഇത് എ കോംപ്ലിമെന്റ്, എയിലില്ലാതെ യുവിലുള്ളത്, ഇത് പുറത്തോട്ടുള്ളതെല്ലാം എയിലില്ലാതെ യുവിലുള്ളത്, ഇതാണ് എ കോംപ്ലിമെന്റ്. പിന്നെ അടുത്ത് എ യൂണിയൻ ബി ദോൾ കോംപ്ലിമെന്റ്. അപ്പൊ അപ്പുറത്തെ സൈഡ് വരാം, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വന്നാൽ ഇത് തന്നെ എ യൂണിയൻ ബി ദോൾ കോംപ്ലിമെന്റ്. എയിലും ബിയിലും എ യൂണിയൻ ബിയിൽ ഉള്ളത് ഒഴിവാക്കി ബാക്കിയുള്ളത്, എ യൂണിയൻ ബി ഇല്ലാതെ ബാക്കിയുള്ളത്. അപ്പൊ എ യൂണിയൻ ബിയിൽ ഇല്ലാതെ ബാക്കി ഉള്ളത്, ഇത് എ യൂണിയൻ ബിയിൽ ഇല്ലാതെ ബാക്കിയുള്ളത്, ഇത്. അതുപോലെ എ ഇന്റർസെക്ഷൻ ബി ദോൾ കോംപ്ലിമെന്റ്, ഇത്രയും ക്വസ്റ്റിനെ അതിൽ നിന്ന് വരുവുള്ളൂ. എ ഇന്റർസെക്ഷൻ ബി ദോൾ കോംപ്ലിമെന്റ്, എ ഇന്റർസെക്ഷൻ ബി ദോൾ കോംപ്ലിമെന്റ്. എയും ബിയും, എ ഇന്റർസെക്ഷൻ ബി ദോൾ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാതെ, ഇത് ഇവിടെ എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാതെ ബാക്കിയുള്ളത്, എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാതെ ബാക്കി, ഇന്റർസെക്ഷൻ ഇല്ലാതെ ബാക്കി, ഇത് ബാക്കി ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാതെ ബാക്കിയുള്ളത്. ഇത്രയാണ് വെൻ ഡയഗ്രം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. യൂണിയന്, ഇന്റർസെക്ഷന്, ഡിഫറൻസ്, കോംപ്ലിമെന്റ്, ഡിമോർഗൻസിൽ ഇത്രയും സാധാരണ ചോദിക്കുന്നതാണ്. പിന്നെ ബാക്കി വേർഡ് പ്രോബ്ലംസ് ഉണ്ട്, അത് ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഏതൊക്കെ എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ബാക്കിയായിട്ട് വരുന്നത് ഒരു 2 സെറ്റ് തന്നിട്ട്, ഇപ്പൊ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 അല്ലെ 1 2, ബി ഇസ് ഈക്വൽ ടു സെറ്റ് 4 5, എയും ബിയും തന്നു, എ 1 2 ബി 4 5. എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ ഇതിന്റെ പേരാണ് ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. എ ക്രോസ് ബി കാണാൻ, ക്രോസ് പ്രൊഡക്റ്റ് അല്ലെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണാൻ എയിൽ നിന്നും ബിയിലോട്ട് പോകുന്ന ഓർഡേർഡ് പെയേഴ്സിന്റെ കളക്ഷൻ, എയിൽ നിന്നും ബിയിലോട്ട് പോകുന്ന ഓർഡേർഡ് പെയേഴ്സിന്റെ കളക്ഷൻ, എയിൽ നിന്നും ബിയിലോട്ട് പോകുന്ന ഓർഡേർഡ് പെയർ 1 4, ഇങ്ങനെയാണ് സെറ്റിനകത്ത് ഈ ഓപ്പൺ ബ്രാക്കറ്റിൽ എഴുതണം. 1 4 1 5, എയിൽ നിന്നും ബിയിലോട്ട് പോകുന്നതാണ് 1 4 1 5, 2 4 2 5 2 4 2 5, ഇതാണ് എ ക്രോസ് ബി. ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എയിലോട്ട് പോകുന്നത്, ബിയിൽ നിന്നും എയിലോട്ട് വരുന്ന ഓർഡേർഡ് പെയർ 4 1 4 2 5 1 5 2 5 1 5 2. എ ക്രോസ് ബിയും ബി ക്രോസ് എയും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈസ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ. ഇത് ഈക്വൽ ആണോ എന്നാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആണോ? കണ്ടിട്ട് എങ്ങനെയുണ്ട്?
എ ക്രോസ് ബിയും ബി ക്രോസ് എ ഈക്വൽ ആണോ എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇതിന്റെ അകത്ത് എ ക്രോസ് ബിയും ബി ക്രോസ് എ ഈക്വൽ ആവുമോ? ഇല്ല മിസ്സേ. ആ എന്താടാ? അത് equal ആണല്ലോ, അത് ഈക്വൽ ആണെന്നും പറയുന്നുണ്ട്. ബട്ട് 1 4 4 1 ആയിട്ട് ഈക്വൽ അല്ലല്ലോ. ആ അതുപോലെ 5 1 ആയിട്ട് ഈക്വൽ അല്ല. ഓക്കെ ഓക്കെ ശരിയാ. അതായത് സെറ്റിനകത്ത് 1 4ഉം സെറ്റിനകത്ത് 4 1ഉം ഈക്വൽ ആകത്തുള്ളൂ. സെറ്റ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ആണ്. ഈ 1 4ഉം 4 1ഉം ഓർഡേർഡ് പെയേഴ്സ് ആണ്. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഗ്രാഫിനകത്ത് x1 y4 ഇതാണ് 1 4, x1 y4 x1 y4 ഇതാണ് 1 4. 4 1 ആകുമ്പോ x4 y1 ഇതാണ് 4 1. രണ്ടും രണ്ട് ഡിസ്റ്റിന്റ് പോയിന്റ്സ് ആണ്, രണ്ട് വ്യത്യാസമുള്ള പോയിന്റ്സ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് അത് ഈക്വൽ അല്ലാത്തത്. സെറ്റിനകത്ത് എഴുതുന്നുണ്ട് എങ്കിലും അത് ഓർഡേർഡ് പെയർ ആണ്. അതുകൊണ്ട് എ ക്രോസ് ബിയും ബി ക്രോസ് എ ഈക്വൽ അല്ലാത്തത്. നമ്മൾ പഠിക്കുന്ന എന്ത് കാര്യവും നെഗറ്റീവ് ആണ് പറയുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ നോട്ട് ചേർത്താണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അവിടെ റീസൺ എഴുതണം. പോസിറ്റീവിന് എഴുതണ്ട. ഇതിന്റെ റീസൺ എന്തേലും ഒരെണ്ണം പറയണം. സിൻസ് 1 4 നോട്ട് ഈസ് ഈക്വൽ ടു 4 1 അല്ലെ 1 5 നോട്ട് ഈസ് ഈക്വൽ ടു 5 1 ഇങ്ങനെ റീസൺ പറയണം. ഈ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ പേരാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുമ്പം ഇപ്പൊ എ ക്രോസ് ബി നമ്മൾ എഴുതി, എ ക്രോസ് ബി. അതിൽ നിന്ന് എടുക്കുന്ന ഒരു സബ്സെറ്റ്, സെറ്റ് 1 4 അല്ലെ 2 4 ഇതൊരു സബ്സെറ്റ് ആണ്. അല്ലെ വേറൊരു സബ്സെറ്റ് 1 5 ഒരു സബ്സെറ്റ് ആണ്. എ ക്രോസ് ബി മാത്രം നോക്കിയാൽ മതി. ഞാൻ ഒരെണ്ണത്തിൽ നിന്നാണ് പറയുന്നത്. എ ക്രോസ് ബിയിലെ 2 സബ്സെറ്റ് എഴുതി. സബ്സെറ്റ് അറിയാം, തിരിച്ചു വെച്ച് അവിടെ കണ്ടെയ്ൻ ചെയ്തിരിക്കണം, അതാണ് സബ്സെറ്റ്. അപ്പൊ ഇതില് 1 6 ഒരു സബ്സെറ്റ് അല്ലാത്തത്, ഇതിനകത്ത് അതിന്റെ പെയർ ഇല്ല. ഇങ്ങനെ എഴുതുന്ന ഈ സബ്സെറ്റിന്റെ പേരാണ് റിലേഷൻ. റിലേഷൻ റിലേഷൻ അപ്പൊ ഇതൊരു റിലേഷൻ ആണ്, ഇതും ഒരു റിലേഷൻ ആണ്. അപ്പൊ റിലേഷൻ എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് റിലേഷൻ. ഈ സി പോലെ എഴുതിയിരിക്കുന്നത് കണ്ടെയ്ൻഡ് ഇൻ എന്നാണ്. കണ്ടെയ്ൻഡ് ഇൻ അല്ലെ സബ്സെറ്റ് എന്നാണ്. തുറന്നു വരുന്നിടം വലുതെന്നാണ് അർത്ഥം. അപ്പൊ ആർ കണ്ടെയ്ൻഡ് ഇൻ എ ക്രോസ് ബി. എ ക്രോസ് ബിയിലെ പാർട്ടാണ് റിലേഷൻ, അതാണ് റിലേഷൻ. ഈ റിലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രത്തിന്റെ പേരാണ് ആരോ ഡയഗ്രം. ആരോ ഡയഗ്രം ആരോ ഡയഗ്രം ആരോ ഡയഗ്രം ആരോ ഡയഗ്രം നോക്കുക. എ ക്രോസ് ബി നമ്മളിപ്പോ എടുത്തത്. അപ്പൊ എയും ബിയും ഓവൽ ഷേപ്പിലുള്ള ഒരു ഡയഗ്രം. എയിലെ സെറ്റ് എഴുതണം 1 2, ബിയില് 4 5, റിലേഷൻ 1 റിലേഷൻ 2. ഇപ്പൊ റിലേഷൻ 1 ആണ് മാപ്പ് ചെയ്യുന്നതെങ്കിൽ 1 4 1ൽ നിന്നും 4ലോട്ട്, 2 4 2ൽ നിന്നും 4ലോട്ട്. കണ്ടോ, ഇത് എയും ഇത് ബിയും. ഇതാണ് R1 റെപ്രസെന്റ് ചെയ്യുന്ന റിലേഷൻ. R1ന്റെ റിലേഷൻ ആണ് കാണിച്ചത്. സെറ്റിനകത്ത് എഴുതുമ്പം എക്സ് ആദ്യം പറയുന്നത് എക്സ്, രണ്ടാമത് പറയുന്നത് വൈ. എക്സ് വൈ അങ്ങനെ പോകുമ്പം എക്സ് എല്ലാം കൂടി ചേരുന്നതിന്റെ പേരാണ് ഡൊമൈൻ. ഡൊമൈൻ എക്സിന്റെ കളക്ഷൻ ആണ് ഡൊമൈൻ. അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 1 2, ഇതിന്റെ ഡൊമൈൻ ആണ് 1 2. വൈയുടെ കളക്ഷന്റെ പേരാണ് റേഞ്ച്. റേഞ്ച് റേഞ്ച് എന്ന് പറയുമ്പോ 4 4, റേഞ്ച് 4, ഡൊമൈൻ 1 2. ഏത് സെറ്റിലോട്ടാണോ എത്തിച്ചേരുന്നത് ആ സെറ്റിന്റെ പേരാണ് കോഡൊമൈൻ. എ ടു ബിയിലോട്ടാണ് എത്തിച്ചേർന്നെങ്കിൽ ബി ആണ് അവിടുത്തെ കോഡൊമൈൻ. കോഡൊമൈൻ ഇതാണ്, കോഡൊമൈൻ ആണ് ബി. റേഞ്ച് എന്ന് പറയുമ്പോ റിലേഷൻ എഴുതിയിരിക്കുന്നതിൻ്റെ അകത്തെ വൈയുടെ കളക്ഷൻ, എക്സിന്റെ കളക്ഷൻ ആണ് ഡൊമൈൻ. കോഡൊമൈൻ എന്ന് പറയുന്ന എൻഡ് ചെയ്യുന്ന, ഇതിൻ്റെ അകത്ത് വേറെയും വാല്യൂസ് വരാം. നമ്മളിപ്പോ എടുത്തു പോയ എക്സാമ്പിൾ വെച്ച് ഇതേണ്ട കോഡൊമൈൻ എന്ന് പറയുമ്പോ
4ഉം 5ഉം ആണ് കോഡൊമൈൻ. റേഞ്ച് എന്ന് പറയുമ്പോൾ 4 മാത്രം. ഡൊമൈൻ 1, 2 ആണ്. ഇത്ര ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉള്ള കുട്ടികൾ പറയും. എന്തെങ്കിലുമൊക്കെ സംശയം ഉള്ളത് ചോദിക്കണം. അതിനാണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ. നിങ്ങളുടെ എന്ത് ഡൗട്ടും എന്നോട് ചോദിക്കാം. പറ. മിസ് റിലേഷൻ കൂടി പറയാമോ? ഒന്നുകൂടെ പറയാലോ. ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോ അതിന്റെ പാർട്ടായിട്ട് വരുന്ന എന്ത് സബ്സെറ്റും റിലേഷനാ. ഇപ്പൊ എ ക്രോസ് ബി ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ എ ക്രോസ് ബിക്കകത്താണ് ഫുള്ള് വരിക. അതിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്ന റിലേഷനാ. സെറ്റ് 1-4 ഒരു റിലേഷൻ ആണ്. 1-4-1-5 ഒരു റിലേഷൻ ആണ്. ഇത് മൂന്നോടെ ചേരുന്ന ഒരു റിലേഷൻ ആണ്. അല്ല, ഇത് മൂന്നോടെ ചേരുന്ന റിലേഷൻ ആണ്. അതിന്റെ പാർട്ടായിട്ട് വരുന്ന, പുറത്തുനിന്നുള്ളതല്ല, പറയുന്ന ആ ഗ്രൂപ്പിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് റിലേഷൻ. ഓക്കെ. ഇനിയിപ്പം ഒരു റിലേഷൻ ഫങ്ഷൻ ആകണമെങ്കിൽ, ഇവിടെ നോക്ക്, ഞാൻ കുറച്ച് ആരോ ഡയഗ്രം വരച്ചു കാണിക്കാം. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ പേരാണ് റോസ്റ്റർ ഫോം. ഇത് തന്നെ സെന്റൻസ് ആയിട്ട് പറയാം. അതാണ് സെറ്റ് ബിൽഡർ ഫോം. വൺ ടു 4 അല്ലെ 2 to 4 3 to 5 A to B ഒരു റിലേഷൻ. ഇതൊക്കെ റിലേഷൻ ആണ്. റിലേഷൻ പറയുന്നത് സെറ്റ് 1 4 2 4 3 5 ഇങ്ങനെയാണ്. 1 2 3 4 5 6 7 1 to 5 A to B രണ്ടാമത്തെ ഒരെണ്ണം 1 2 1 2 3 4 5 6 1 2 3 4 5 6 അല്ലെ 4 5. നാല് റിലേഷൻ അവിടെ എഴുതി. ഈ റിലേഷന്റെ അകത്ത് ഇതെല്ലാം റിലേഷൻ ആണ്. ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്ന പാർട്ടാണ്. നമുക്ക് അത് പറയില്ല. നമുക്ക് തന്നിട്ടുള്ള ഒരു റിലേഷൻ ആണ്. ഒരു ക്രോസ് പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണത്. ഈ റിലേഷൻ ഫങ്ഷൻ ആകണമെങ്കിൽ എയിൽ നിന്നും ബിയിലോട്ട് പോകുന്ന മാപ്പ് ഫങ്ഷൻ ആകണമെങ്കിൽ, ഫങ്ഷൻ ആകുമ്പം പേര് മാറും. 1ന്റെ ഇമേജ് എന്നറിയപ്പെടുന്നു. 1ന്റെ ഇമേജ് 4, 4ന്റെ പ്രീ ഇമേജ് 1, 2ന്റെ ഇമേജ് 4, 4ന്റെ പ്രീ ഇമേജ് 2, 3യുടെ ഇമേജ് 5, 5ന്റെ പ്രീ ഇമേജ് 3, 6നൊരു പ്രീ ഇമേജ് ഇല്ല. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു റിലേഷൻ ഫങ്ഷൻ ആകുമ്പം എയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇമേജ് വേണം. ഒരു റിലേഷൻ എയിൽ നിന്ന് ബിയിലോട്ടുള്ള മാപ്പിംഗ് ഫങ്ഷൻ ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇമേജ് വേണം. അപ്പൊ അതെ, ഈ ഒന്നാമത്തെ കണ്ടീഷന്റെ അകത്ത് എയിലുള്ള എല്ലാത്തിനും ഇമേജ് ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ പ്രീ ഇമേജ് ഡിസ്റ്റിന്റ് ആയിരിക്കണം. വ്യത്യാസമുള്ള പ്രീ ഇമേജസേ ആകാവുള്ളൂ. സെയിം പ്രീ ഇമേജ് വരാൻ പാടില്ല. പ്രീ ഇമേജസ് ഡിസ്റ്റിന്റ് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനോടെ ചേരുമ്പോൾ ആ റിലേഷൻ ഫങ്ഷൻ ആകും. ഒന്നുകൂടെ പറയാം. എയിലുള്ള എല്ലാത്തിനും ഇമേജ് വേണം, അതൊന്ന്. പിന്നെ പ്രീ ഇമേജസ് ഡിസ്റ്റിന്റ് ആയിരിക്കണം. അപ്പൊ ഒന്ന് ഫങ്ഷൻ ആകുമോ? ഒന്ന് എല്ലാത്തിനും ഇമേജ് ഉണ്ടോ? ഉണ്ട്. പിന്നെ തിരിച്ചു പോകുന്ന എല്ലാം സെയിം ആണോ ഡിസ്റ്റിന്റ് ആണോ? ഡിസ്റ്റിന്റ് എന്ന് പറയുമ്പോൾ വ്യത്യാസം. ഡിസ്റ്റിന്റ് ആയിരിക്കണം. ബട്ട് ഇവിടെ സെയിം അല്ലേ? 4ന് 1 ഉണ്ട് 2 ഉണ്ട്. എടാ, അത് ഡിസ്റ്റിന്റ് ആയിരിക്കണം, സെയിം ആകരുത്. ഇത് കണ്ടോ, അത് ഈ നാലാമത്തെ നോക്കിയേ, 4നും 5നും സെയിം പ്രീ ഇമേജ് വന്നു. കണ്ടോ? ഇങ്ങനെ വരരുതെന്നാണ് കണ്ടീഷൻ. രണ്ടിനും ഒന്നിലധികം എലമെന്റ്സിന് സെയിം പ്രീ ഇമേജ് വരരുത്. ഇവിടെ നോക്കിയേ, 4ന്റെ പ്രീ ഇമേജ് 1, 4ന്റെ പ്രീ ഇമേജ് 2 ആണ്. കണ്ടോ? സെയിം അല്ല, ഡിസ്റ്റിന്റ് ആണ്. അങ്ങനെ വന്നാലാണ് ആ റിലേഷൻ ഫങ്ഷൻ ആകുന്നത്. ഇത് 1ഉം 4ഉം നമ്മൾ വ്യത്യാസം നോക്കിയേ. 4ന്റെ പ്രീ ഇമേജ് ഡിസ്റ്റിന്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ 4ന്റെ പ്രീ ഇമേജ് പലതാകാം, പക്ഷെ അത് വ്യത്യാസമുള്ളതായിരിക്കണം. 1 2 ഡിഫറെന്റ് ആണ്.
അതുകൊണ്ടാണ് അത് ഫംഗ്ഷൻ ആയത്. ഇവിടെ ഫംഗ്ഷൻ അല്ലാത്തതിന്റെ റീസൺ 1നും 2നും ഇമേജ് ഉണ്ട്, പക്ഷെ പ്രീ ഇമേജ് സെയിം ആയിപ്പോയി. 4നും 5നും പ്രീ ഇമേജ് സെയിം ആയിപ്പോയി. അതുകൊണ്ടാണ് അത് ഫംഗ്ഷൻ അല്ലാത്തത്. അതാണ് അത് ഫംഗ്ഷൻ അല്ലാത്തത്. രണ്ട് ഫംഗ്ഷൻ ആണോ? സെക്കൻഡ് ഫംഗ്ഷൻ ആണോ? ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും ഓക്കെ ആണോ? എനിക്ക് അവിടെ എലമെന്റ് 4ന് ഇമേജ് ഇല്ലല്ലോ. ഇല്ല, അതുകൊണ്ട് അത് ഫംഗ്ഷൻ അല്ല. ശരിയാണ്. എയുടെ എല്ലാ എലമെന്റ്സിനും ഇമേജ് വേണം. ഇതുപോലെ അല്ല ഇത്. കണ്ടോ, എയിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് വേണം. അപ്പൊ 4ന് ഇമേജ് ഇല്ല, അതുകൊണ്ട് അത് ഫംഗ്ഷൻ അല്ല. 3 നോക്കിക്കേ, 3. ഇത് എ, ഇത് ബി. എക്കകത്തുള്ള എല്ലാത്തിനും ഇമേജ് ഉണ്ടോ എന്ന് നോക്കിയേ. അത് ഫംഗ്ഷൻ ശരിയാണ്, ഫംഗ്ഷൻ ആണ്. എക്കകത്തുള്ള എല്ലാത്തിനും ഇമേജ് ഉണ്ട്. തിരിച്ചു പോകുന്ന പ്രീ ഇമേജ് ഡിസ്റ്റന്റ് ആണ്. കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉം ആണ് ഫംഗ്ഷൻ. 1ഉം 3ഉം ഫംഗ്ഷൻ ആണ്. വേറെ ഒരു ഫംഗ്ഷനോട് ഞാൻ ഇവിടെ എഴുതാൻ നോക്കുക. 2, 4, 5, 6, 8, 9. 2 to 8, 4 to 6, 5 to 9. ഇങ്ങനെ എഴുതിയപ്പോ ഇത് 5. ഇത് ശ്രദ്ധിക്കാം. ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ഓരോ ഇമേജ്. 2ന് 8, 4ന് 6, 5ന് 9. ഓരോന്നിനും കറസ്പോണ്ടിങ് ഓരോ ഇമേജസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഫംഗ്ഷന്റെ പേരാണ് 1-1 ഫംഗ്ഷൻ. പേരിൽ തന്നെ ഉണ്ട്, ഒന്നിനൊന്ന്, 1-1. ഓരോന്നിനും ഓരോ ഇമേജേ ഉള്ളൂ. പക്ഷെ ഈ 1ഉം 3ഉം കണ്ടോ, 1ഉം 3ന്റെ അകത്തും 1നും 2നും സെയിം ഇമേജ് ആണ്. പലതിനൊന്ന്. 1നും 2നും സെയിം ആണ്. അതാണ് മെനി വൺ ഫംഗ്ഷൻ. മെനി വൺ. ഇത് മെനി വൺ ആണ്. മെനി വൺ. ഇതാണ് മെനി വൺ. പലതിനൊന്ന്. പേരിൽ തന്നെയുണ്ട്, മെനി വൺ. പലതിൽ നിന്ന് ഒന്നിലോട്ട്. ഇത് 1-1. ഒന്നിൽ നിന്ന് ഒന്നിലോട്ട്. അതാണ് 1-1 ഫംഗ്ഷൻ. വേറൊരെണ്ണം കാണിക്കാം. 1, 2, 3, 4, 5, 6, 7. 1 to 4, 2 to 5, 3 to 6. A to B. ഇവിടെ നോക്കാം. ഇതും 1-1 തന്നെയാണ്. ഓരോന്നിനും കറസ്പോണ്ടിങ് ഓരോ ഇമേജ് 1-1 തന്നെയാണ്. വേറൊരു കാര്യം, ഇത് നമ്മൾ എഴുതുമ്പം 1, 4 ഇങ്ങനെയായി സെറ്റ് എഴുതുന്ന 1, 4, 2, 5, 3, 6 ഇങ്ങനെയായി ഇത് എഴുതുന്നത്. 1, 4, 2, 5, 3, 6. 7 അവിടെ കണക്ഷൻ ഇല്ല. ഇങ്ങനെ എഴുതുമ്പം XY-ല് എക്സ് എല്ലാം കൂടി ചേരുന്നതാണ് ഡൊമൈൻ. അപ്പൊ ഡൊമൈൻ 1, 2, 3. Y എല്ലാം കൂടി ചേരുന്നതാണ് റേഞ്ച്. ഇപ്പൊ റേഞ്ച് 4, 5, 6. 1, 2, 3 ഡൊമൈനും 4, 5, 6 റേഞ്ചുമാണ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യുന്ന സെറ്റ് 4, 5, 6, 7. ഇതാണ് കോഡൊമൈൻ. അപ്പൊ അങ്ങനെ വരുമ്പം റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ. ആ ഫംഗ്ഷന്റെ പേരാണ് ഓൺ ടു. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ അതാണ് ഓൺ ടു. ഇവിടെ നോക്കിയപ്പം റേഞ്ച് 4, 5, 6 ആണ്. കോഡൊമൈൻ 4, 5, 6, 7 ആണ്. അപ്പൊ ഈക്വൽ അല്ല. ഈ 7 ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ റേഞ്ച് 4, 5, 6, കോഡൊമൈന് 4, 5, 6. അപ്പൊ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയി. ആ ഫംഗ്ഷൻ ആണ് ഓൺ ടു. 7 ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഓൺ ടു അല്ല. ഓൺ ടുവിന്റെ വേറൊരു പേരാണ് സർജക്റ്റീവ്. ഓൺ ടുവിന്റെ വേറൊരു പേര് സർജക്റ്റീവ്. ഓരോന്നിനും കറസ്പോണ്ടിങ് ഓരോ ഇമേജ്. അതാണ് 1-1.
11ന്റെ വേറൊരു പേര് ഇൻജക്റ്റീവ്. ഇൻജക്റ്റീവ് 11ന്റെ വേറൊരു പേരാണ് ഇൻജക്റ്റീവ്. ഓൺ ടുവിന്റെ വേറൊരു പേരാണ് സർജക്റ്റീവ്. ഈ 5 ഓൺ ടു ആണോ? 5 ഓൺ ടു ആണോ? റേഞ്ചും കോഡൊമൈൻ ഈക്വൽ ആണോ? അതെ. അതെ. അപ്പൊ ഇത് ഓൺ ടു ആണ്, 11 ആണ്. അപ്പൊ അഞ്ചാമത്തേത് 11 ആണ്, ഓൺ ടു ആണ്. 11 ഓൺ ടു ആണ്. ഒരു ഫംഗ്ഷൻ, ഇതൊക്കെ ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷൻ 11 ആണ്, ഓൺ ടു ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ 11 ഓൺ ടു, ഇത് രണ്ടും കൂടെ ചേർന്നാൽ അതിന്റെ പേരാണ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് കണ്ടോ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ 11 ഓൺ ടു ആണ്, അത് ബൈജക്റ്റീവ്. വേറൊരു പേരാണ് ഇൻവേർട്ടബിൾ. ഇൻവേർട്ടബിൾ. ഇൻവേർട്ടബിളിന്റെ അർത്ഥം ഇൻവേഴ്സ് ഉണ്ടെന്നാണ്. ഇൻവേഴ്സ് എക്സിസ്റ്റ്. ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ഈ എഴുതിയിരിക്കുന്ന ആരോ ഡയഗ്രാം ഇൻവേർട്ടബിൾ ആണ്, അല്ലെ ഇൻവേഴ്സ് ഉണ്ട്, അല്ലെ അത് ബൈജക്റ്റീവ് ആണെങ്കിൽ തിരിച്ചെഴുതണം. തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ടുള്ള ഇൻവേഴ്സ്, എഫ് ഇൻവേഴ്സ് ഫ്രം ബി ടു എ 6, 8, 9, 2, 4, 5. 2 to 8 തിരിച്ച് 2 to 8, 8 to 2. 4 to 6 തിരിച്ച് 6 to 4. ഇതും തിരിച്ച് 9 to 5. കണ്ടോ? ഇതാണ് ഇൻവേഴ്സ്. ആറാമത്തെ ഫംഗ്ഷനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, കാരണം 11 ആണ്, ഓൺ ടു ആണ്. ഇതാണ് 11 ഓൺ ടു. ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് തന്നെ സെറ്റ് ബിൽഡറിൽ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. സെറ്റ് ബിൽഡറിൽ ക്വസ്റ്റ്യൻ എഴുതാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു, സെറ്റിനകത്ത് 1, 2, 3 എക്സെട്ര 14. ഡിഫൈൻ എ റിലേഷൻ. ഡിഫൈൻ എ റിലേഷൻ. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എന്ന് പറഞ്ഞത് ഇങ്ങനെ കുത്താണ്, രണ്ട് കുത്ത്. ആർ ഫ്രം എ ടു എ. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു എ by R is equal to set of all x, y such that 3x minus y is equal to 0, x, y element in A. 3x minus y is equal to 0, x, y element in A. Write domain, codomain, range. Domain, codomain, range. ഡൊമൈനും കോഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം. ത്രീ എക്സ് മൈനസ് ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച്, ഇത്രയും ചെയ്യണം. ഇങ്ങനെ തരുമ്പം ഇങ്ങനെ എ തന്നിട്ടുണ്ട് 1 തൊട്ട് 14 വരെ. അപ്പൊ എയിൽ നിന്ന് എയിലോട്ട് പോകുന്ന മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിൽ ഓർക്കേണ്ടത് എ ക്രോസ് എ ആണ്. ഇത് തന്നെ വീണ്ടും എ ക്രോസ് എ 1 to 14 വരെ ഉണ്ട്. 1, 1, 1, 2, 1, 3, 1, 14, 2, 1, 2, 3 അങ്ങനെ പോയി 14, 14 വരെ ഉണ്ട്. അതാണ് എ ക്രോസ് എ മൊത്തത്തിൽ വരുന്നത്. അതിൽ നിന്ന് എടുക്കുന്ന ഒരു പാർട്ടാണ് ഈ തന്നിരിക്കുന്നത്. ഇങ്ങനെ തരുന്നതിന്റെ പേരാണ് സെറ്റ് ബിൽഡർ ഫോം, സെന്റൻസ് ആയിട്ട് തരുന്നത്. എക്സ്, വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0 ആവുമ്പം ഇതാണ് കണ്ടീഷൻ. അപ്പൊ 3x ഇസ് ഈക്വൽ ടു y ആണ്. മൈനസ് വൈ അപ്പുറത്ത് പോയപ്പോ പ്ലസ് വൈ ആയി. 3x ഇസ് ഈക്വൽ ടു y. എക്സും വൈയും ഈ സിമ്പൽ എലമെന്റ് ഇന്നെന്ന് പറഞ്ഞ എയിലെ മെമ്പേഴ്സ് മാത്രമാണ് എക്സും വൈയും. 14, 1 തൊട്ട് 14 വരെ പറ്റൂ. അപ്പൊ എക്സിന് 1 ഇട്ട് കൊടുത്തു. ഇവിടെ എക്സിന് 1. 3 into 1, 3 is equal to y. അപ്പൊ എക്സ് 1 കൊടുത്തപ്പോ y കിട്ടിയത് 3. എക്സ് 1 കൊടുത്തപ്പോ y 3. അടുത്ത എക്സിന് 2. ഇവിടെ ഇട്ട് പറയാം എക്സിന് 2.
എക്സിന് 2 3 ഇൻറ്റു 2 6 2 6 ആരും ഇല്ലേ പറ എക്സിന് 3 ഇട്ട് കൊടുക്കടാ ഇതെവിടെ 9 miss. 9 അപ്പൊ ഓർഡേർഡ് പെയർ 3 9 4 4 12 12 12. അപ്പൊ 4 12 5 കൊടുക്കുമ്പം 15 ആയി പോകും. പക്ഷെ കണ്ടീഷൻ കണ്ടോ എക്സും വൈയും എയിലും ആയിരിക്കണം. എയിൽ 14 വരെ ഉള്ളൂ. അതുകൊണ്ട് ഇനി കൊടുക്കുമ്പോ വൈ എല്ലാം അതിന്റെ വെളിയിലായതുകൊണ്ട് ഇനി വേണ്ട. ഇതാണ് അവിടത്തെ റിലേഷൻ 1 3 2 6 3 9 4 12. ഇതാണ് അവിടുത്തെ റിലേഷൻ. ഇതാണ് അവിടുത്തെ റിലേഷൻ. ഡൊമൈൻ പറഞ്ഞ് ഡൊമൈൻ ഇത് ഈ ഡൊമൈൻ എക്സ് എല്ലാം കൂടി ചേരുന്ന സെറ്റ് പറഞ്ഞ് 1 1 2 3 4 കറക്റ്റ്. റേഞ്ച് 3 6 9 12 കോഡൊമൈൻ എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് അതാണ് കോഡൊമൈൻ. അപ്പൊ കോഡൊമൈൻ ഏത് തന്നെയാ എ. നോട്ട്സ് ഞാൻ അയച്ചേക്കാം. നിങ്ങളുടെ ഡൗട്ട്സ് എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കുക. നമ്പർ ഞാൻ തന്നിട്ടുണ്ട്. എന്തേലും ഉണ്ടോ എന്നോട് ചോദിച്ചോണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.